മെക്സവൻ എന്ന് പറയുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷനാണ്. ഇത് 7 ഘടകങ്ങളടങ്ങിയ 21 എക്സസൈസ് 21 മിനിറ്റ് കൊണ്ട് ഏത് പ്രായക്കാർക്കും വളരെ സൗജന്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് മെക്സവൻ അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. ഇതിൽ 7 ഘടകങ്ങളുണ്ട്. ഒന്ന് എയറോബിക്കാണ്, 2 നോർമൽ എക്സസൈസാണ്, 3 യോഗയാണ്, 4 ഡീപ് ബ്രീത്തിങ് ആണ്, 5 അക്യൂപ്രഷറാണ്, 6 മെഡിറ്റേഷനാണ്, 7 പേസ് മസാജിയാണ്. ഇത് 2012 തുറക്കൽ സ്വദേശി, അതായത് കൊണ്ടോട്ടിക്കടുത്ത് തുറക്കൽ സ്വദേശി സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരൻ സർവീസ് കഴിഞ്ഞ് തൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ആരോഗ്യ രംഗത്ത് ഒരു മാറ്റം വരണം എന്നുള്ള നിലക്ക്, അതായത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രക്രിയയാണിത്. 2012 മുതൽ 2022 വരെ സ്വന്തം നാട്ടുകാർ 40-50 ആളുകൾ കൂടിയിട്ടാണ് ഇത് തുറക്കൽ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചത്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലെ 10-60 ആളുകൾ അതിൽ ജോയിൻ ചെയ്തു. ആ 10 വർഷക്കാലം ഈ എക്സസൈസ് ചെയ്ത് അതിൽ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തി ഓരോ ദിവസവും ഞങ്ങളെപ്പോലത്തെ ആളുകൾ അതിൻ്റെ ഫീഡ്ബാക്കുകൾ എടുത്ത് ഞങ്ങൾക്കൊക്കെ അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്ന് നാട്ടിലുള്ള ആളുകളൊക്കെ കണ്ടറിഞ്ഞ് തൊട്ടടുത്ത ആളുകളൊക്കെ അതിൽ ജോയിൻ ചെയ്തു. അതിൽ ജോയിൻ ചെയ്ത് അവർ ഞങ്ങളെ കൂടെ പഠിച്ചു, ജോയിൻ ചെയ്ത് അവർ പരിശീലനം തുടങ്ങി. അവർ ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് തുടങ്ങട്ടെ എന്ന് സലാഹുദ്ദീനോട് അനുമതി വാങ്ങുകയും അവരവിടെ ചെന്ന് അവരുടെ നാട്ടിൽ അവർ ആ എക്സസൈസ് പ്രക്രിയ അവിടെ ആരംഭിച്ചു. അങ്ങനെയാണ് ഇത് തുടർന്ന് വൈഡായി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ഒരു രാഷ്ട്രീയമില്ല. ഇത് ഏത് രാഷ്ട്രീയക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാം, ഏത് മതസംഘടനകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾ ആരോടും ചോദിക്കാറില്ല. അതല്ല മുഹമ്മദ് ഷാ, ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ മതരാഷ്ട്രവാദികൾ, വർഗീയവാദികൾ, നിരോധിത സംഘടനകളുടെ പ്രവർത്തകരൊക്കെ ഇത്തരം പൊതുവേദികളിൽ നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ 2 വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പറയാം. അദ്ദേഹം റിസർച്ച് നടത്തി കണ്ടുപിടിച്ചതാണ്. അത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഒരിക്കലുമില്ല. അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരു യൂണിറ്റിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് അദ്ദേഹം പറയട്ടെ. ഇതിൽ 1000-ഓളം യൂണിറ്റുകളുണ്ട് ഇന്ന് കേരളത്തിൽ. പ്രത്യേകിച്ചും മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, വയനാടുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്. ഈ ജില്ലകളിലൊക്കെ ഇതുണ്ട്. ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഇതിൻ്റെ വിമർശകരൊന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു അഡ്മിൻ പാനലിൽ ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ SDPIൻ്റെ പ്രവർത്തകന്മാരുണ്ട് എന്ന് പറയട്ടെ. ഒരിക്കലും ഉണ്ടാവില്ല. അല്ല, അവരെയൊക്കെ മാറ്റി നിർത്തിയാണോ നിങ്ങൾ ഇത് സംഘടിപ്പിക്കുന്നത്? ഞങ്ങൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒരു രാഷ്ട്രീയമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഇതിലൊരു മതസംഘടനകൾക്ക് കൈകടത്താൻ ഇത് കഴിയില്ല. ഇതൊരു നാട്ടിൽ ഒരു പ്രദേശത്ത് അത് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൽ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ കീഴിലാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാണ് എന്നുണ്ടെങ്കിൽ അത് ആരും ചേരൂല. ഇത് ഇത്ര വ്യാപകമായത് ഇത് ജനകീയമായതുകൊണ്ടാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, ഒരു മതസംഘടനയില്ല എന്നുള്ളത്. 2012 തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ 2024 ഇത് വിവാദമാവുന്നതിന് പിന്നെ കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? കാരണം നമ്മൾ പറയേണ്ടല്ലോ, ഇത് നിങ്ങൾക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു മതസംഘടനകൾക്കോ ഇത്തരം ഒരു വേദികൾ, ഇത്തരം വലിയൊരു കൂട്ടായ്മകൾ, ഇത്തരം വലിയൊരു യൂണിറ്റുകൾ എടുക്കാൻ എത്രമാത്രം പ്രയാസം ഉണ്ടാവും. പക്ഷേ ഇതൊരു പ്രയാസമില്ലാതെ, ഇതൊരു പബ്ലിസിറ്റി ഇല്ലാതെ, ഇതിൻ്റെ പിന്നിൽ ആരും പ്രവർത്തിക്കാതെ ഇത് മുഴുവൻ ഇങ്ങനെ വൈഡായിട്ട് വരികയാണ്. അപ്പോൾ ആർക്കാരും സംശയങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു സംശയം മാത്രമാണ്. അല്ല, ഇത് സംശയരൂപേണ അല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗം. കേട്ടില്ലേ? അത് സംശയമല്ല. അദ്ദേഹം ഗവേഷണം നടത്തി കണ്ടെത്തി 2 അഡ്മിന്മാർ നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണെന്ന്. അല്ല, നമുക്കതാണ് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, ആരാണിത്, ഏത് യൂണിറ്റിലാണെന്ന് പറയട്ടെ, ഏത് ജില്ലയിലാണ്, ഏത് യൂണിറ്റിലാണ്, ഏത് അഡ്മിൻ ആരൊക്കെയാണെന്ന് പറയട്ടെ. അത് ഞങ്ങൾ തക്കതായ അതിന് നടപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് യാതൊരു സംശയമില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു തീവ്രവാദികളെ ഏതെങ്കിലും അവരുദ്ദേശിക്കുന്ന തീവ്രവാദിപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ
ഇതിനെ പിന്നെ ഹൈജാക്ക് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ, കൃത്യമായി പറയട്ടെ. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി, ആരാണ്, എവിടെയാണ്, ഏത് യൂണിറ്റിലാണ് എന്ന് കൃത്യമായി പറയട്ടെ.